بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ സിദ്നാ ഇൽമാ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ് ഇദ്രീസ് സലാഹിയായിരുന്നു നമ്മൾക്ക് എടുത്തു തന്നത്. ജൂതന്മാരെ, അവരുടെ ചരിത്രത്തെക്കുറിച്ചും അവരെക്കുറിച്ച് അള്ളാഹു നമുക്ക് വിവരിച്ചു തന്ന പടച്ച റബ്ബിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരായി തീരാനുള്ള ചില കാരണങ്ങൾ, അവർക്ക് അന്നും ഇന്നും എന്നും ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ഒരേപോലെയുള്ള അവസ്ഥകളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടത്. ഇന്ന് 113 മുതലുള്ള ആയത്താണ് എടുക്കുന്നത്. 112 കഴിഞ്ഞ ലാസ്റ്റ് എടുത്തല്ലേ? 113 മുതൽ എടുക്കാൻ പോകുകയാണ്. പരിഭാഷയിൽ 547 പേജ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليسوا سواء من أهل الكتاب أمة قائمة من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين وما يفعلوا من خير فلن يكفروه والله عليم بالمتقين. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك أصحاب النار هم فيها خالدون. مثل ما ينفقون في هذه الحياة الدنيا كمثل ريح فيها صر أصابت حرث قوم ظلموا أنفسهم فأهلكته وما ظلمهم الله ولكن أنفسهم يظلمون. 113 മുതൽ 117 വരെയുള്ള ആയത്തുകളാണ് നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയത്തിനനുസരിച്ച് അത് എടുത്തു തീർക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് എല്ലാവരും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും, ജൂതന്മാർ അവർ ഏതാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഒറ്റക്ക് നിൽക്കാതെ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ നിന്നിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആരുടെയെങ്കിലും ഒന്ന് പിന്നിൽ നിന്നിട്ട്.
മാത്രമല്ല, എന്നിട്ട് സ്വന്തമായിട്ട് അസ്തിത്വങ്ങളൊന്നും ഇല്ലെങ്കിലും ലോകത്തെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ പോലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള തന്ത്രങ്ങളും മറ്റൊക്കെ പ്രയോഗിച്ചുകൊണ്ടാണ്, തമ്മിലടിപ്പിച്ചുകൊണ്ടാണ് അവർ ഇന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഖുർആൻ യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ എന്ന് പലതവണ പറയുന്നെങ്കിലും ഈ ഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ച് മാത്രമാണ്? കൂടുതലും വേദക്കാരിലെ ജൂതന്മാരെക്കുറിച്ച്. ഇതുപോലെ പിന്നെ ക്രിസ്ത്യാനികളെക്കുറിച്ചും മൊത്തത്തിൽ യാ അഹ്ലൽ കിതാബ് എന്നിങ്ങനെ പറയുന്നു. അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നതും അവർ കാണിക്കുന്ന നന്ദികളൊക്കെ പറയുന്നു. എന്നിട്ട് അള്ളാഹു തആല ഒരു കാര്യം അവരുടെ കുറിച്ച് ഖുർആനിൽ പല ചരിത്രങ്ങളും പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു കാര്യം പഠിപ്പിച്ചു തരികയാണ്, ലൈസു സവാ. എന്നിട്ട് അത് ഒന്ന് ചോദ്യുമ്പോൾ ആ അർത്ഥം അവിടെ സ്റ്റോപ്പ് ആകാനുണ്ട്. ലൈസു സവാ, അത് കഴിഞ്ഞു. എന്നിട്ട് പറയാം മിൻ അഹ്ലിൽ കിതാബ്, ഓതുമ്പോൾ മീന്നൊന്ന് മണിക്കണ്ട, അവിടെ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമ, ഉമ്മത്തുൻ ഖായിമ. പിന്നെ യത്ലൂന ആയാത്തില്ലാഹി ആനാ അല്ലൈൽ, അവിടെ നീട്ടണം, വഹും യസ്ജുദൂൻ. ലൈസു സവാ, ലൈസു അവരല്ല, സവാഅൻ ഒരുപോലെയല്ല. ഇതുവരെ ജൂതന്മാരെക്കുറിച്ചൊക്കെ പല ചരിത്രങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അഹ്ലു കിതാബിനെക്കുറിച്ചും പല മോശപ്പെട്ട ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരിൽപ്പെട്ട എല്ലാവരും ഇത് ബാധകമല്ല, എല്ലാവരും ഒരുപോലെയല്ല. മിൻ അഹ്ലിൽ കിതാബി, അഹ്ലു കിതാബിലുണ്ട്, ഉമ്മത്തുൻ ഒരു വിഭാഗം, അതാ ഒരു സമുദായമുണ്ട്, അതിൻ്റെ ഉള്ളിലും ഖായിമ നേരെ പ്രവർത്തിക്കുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലും ശരിയായ ടീമുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ നമ്മളെല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ഗൈരിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹുവെ നിൻ്റെ കോപത്തിന് വിധേയമായവരുടെ മാർഗത്തിലാക്കൽ, അഥവാ ജൂതൻ്റെ മാർഗത്തിലാക്കല്ലേ എന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. വലല്ലാലിൻ പിഴച്ചുപോയവരുടെ, അഥവാ ക്രിസ്ത്യാനികളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ രണ്ട് ടീമിനുള്ളിൽപ്പെട്ട ഒരു വിഭാഗത്തെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലും എങ്ങനത്തെ ആൾക്കാരുണ്ട്? നല്ല ആൾക്കാരുണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ. അവരുടെ സ്വഭാവം യത്ലൂന ആയാത്തില്ല, അവർ അള്ളാഹുവിൻ്റെ തലായത്തിലു പാരായണം ചെയ്ത്, നമ്മൾ ഖുർആൻ തിലാവത്ത് എന്നൊക്കെ പറയൂലേ, ഇതിൽ നിന്നാണ് വരുന്നത്. തലായത്തിലു പാരായണം ചെയ്യുക, ഓതുക. യത്ലൂന ആയാത്തില്ലാഹി, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെ ഓതുന്നു. ആനാ അല്ലൈൽ, രാത്രിയുടെ അവസാന അഥവാ അന്ത്യയാമങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മൾ പറയേണ്ടത് രാത്രിയുടെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയങ്ങളിലും അള്ളാഹുവിൻ്റെ ഖുർആൻ അവർ രാത്രി ഓതിക്കൊണ്ടേയിരിക്കുന്നു. ഉദ്ദേശിക്കുന്നത് ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ ഉറക്കൊഴിക്കലല്ല, നമസ്കരിക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് പറയുന്നുണ്ട്. വഹും അവരെങ്ങനെയാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്? വഹും യസ്ജുദൂൻ, സുജൂദിലായിരിക്കുക. അതാണ് നമസ്കാരം ഉദ്ദേശിക്കുന്നത്. ഖുർആൻ ഓതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരത്തിൽ സുദീർഘമായി അവരിങ്ങനെ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു രാത്രി സമയങ്ങളിൽ. ഒന്നും കൂടെ നോക്കിക്കോ, ലൈസു സവാഅൻ, അവരെല്ലാവരും ഒരുപോലെയല്ല. മിൻ അഹ്ലിൽ കിതാബി, അഹ്ലു കിതാബിലുണ്ട്, ഉമ്മത്തുൻ ഖായിമ നേരെ ചൊവ്വായ ഒരു സമുദായമുണ്ട്. യത്ലൂന ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർ ഓതിക്കൊണ്ടിരിക്കുന്നു. ആനാ അല്ലൈൽ, രാത്രി സമയങ്ങളിൽ. വഹും യസ്ജുദൂൻ, അവർ സുജൂദിലായിക്കൊണ്ടിരിക്കെ. അടുത്ത ആയത്തും കൂടെ ഒന്നൊന്നിട്ട്, യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ഓതുമ്പോൾ ശ്രദ്ധിക്കണം, വൽ യൗമിൽ ആഖിരി, ആഖിറി അല്ല, ആഖിരി അല്ലേ, റായിന് കസറാണ്. അവിടെ തർക്കീക്കാരി ചെറുതായിട്ട് പറയണം. യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി. വയഅ്മുറൂന ബിൽ മഅറൂഫ് ഐനുണ്ട്, വയൻഹൗന അനിൽ മുൻകരി വയുസാരിഊന ഫിൽ ഖൈറാത്ത്, ഖൈറാത്ത് വഉലൈക മിനസ്സാലിഹീൻ. ഇന്നോതുമ്പോൾ ഹാവ് റാവൊക്കെ ഇവിടെ കറക്റ്റായിരിക്കും.
നമ്മൾ സ്വന്തം ഓതുമ്പോൾ പിന്നെ പണ്ടത്തെ പോലെ ഇരിക്കും. അതിനെ കൊണ്ടൊരു കാര്യമില്ല കേട്ടോ. നമ്മളിന്ന് അങ്ങനെ ഓതണം എന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങളത് പ്രാക്ടിക്കലായിട്ട് ശീലിക്കേണ്ടത് നമ്മുടെ സാധാരണ ഓതുന്ന സമയങ്ങളിൽ. ഈ അർത്ഥം കൂടെ നോക്കി. യുഅ്മിനൂന ബില്ലാ, അവരല്ലാഹുവിൽ വിശ്വസിക്കുന്നു. ആരാണ് ഈ പറഞ്ഞത്? വേദക്കാരിലെ ഈ നല്ല ഒരു ടീമിനെ പറ്റി പറയും. യുഅ്മിനൂന ബില്ലാ, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും അവർ വിശ്വസിക്കുന്നു. വയമുറൂന, അവർ കൽപ്പിക്കുന്നു. ബിൽ മഅറൂഫ്, സദാചാരത്തെ. വയൻഹൗന, അവർ വിരോധിക്കുന്നു. അനിൽ മുൻകർ, ദുരാചാരങ്ങളെ. വയുസാരിഊന, അവർ ധൃതി കാണിക്കുകയും ചെയ്യുന്നു. ഫിൽ ഖൈറാത്ത്, നന്മ ചെയ്യുക, നന്മയിൽ. വ ഉലൈക, അക്കൂട്ടർ തന്നെയാണ് മിനസ്വാലിഹീൻ, നല്ല സ്വാലിഹീങ്ങൾ അഥവാ സ്വാലിഹീങ്ങൾ. ഈ രണ്ടായത്തും ഒരൊറ്റ ആശയമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിക്കുക. ജൂതന്മാരെ പറ്റി നിങ്ങൾ ഏകദേശം എല്ലാവർക്കും ധാരണ ഉണ്ടല്ലോ അല്ലേ? അവരെ ഒറ്റ നോട്ടത്തിൽ അള്ളാഹുവിൻ്റെ ശാപകോപത്തിന് വിധേയമായൊരു വിഭാഗമാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും. ലോകത്ത് ഒരുപാട് കാരണങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനിൽ പറയുന്നുണ്ട്. ഹദീസുകൾ എമ്പാടും അത് വിശദീകരിക്കുന്നുണ്ട്. ഇത്രത്തോളം അള്ളാഹു സുഖങ്ങൾ കൊടുത്തൊരു ടീമില്ല ജൂതന്മാർ. അത്രത്തോളം നന്ദി കേട് കാണിച്ചൊരു ടീം ഇവിടെയില്ല ലോകത്തിൽ. അമ്പിയാക്കളെ കൊന്ന, അള്ളാഹിൻ്റെ ആയത്തുകളെ നിഷേധിച്ച, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ധിക്കാരം കാണിച്ച ഒട്ടനവധി കാരണങ്ങൾ ഖുർആൻ്റെ ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഹദീസുകളിൽ കാണാം, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹ് നശിപ്പിക്കട്ടെ, അവരിലെ സ്വാലിഹീങ്ങളായ ആൾക്കാരൊക്കെ മരിച്ചുപോയാൽ ബനു അലാ ഖബരിഹിം മസ്ജിദ, ഖബർ കെട്ടിപ്പൊന്തിച്ച് പള്ളിയാക്കി മാറ്റും, അതോ ആരാധനാ കേന്ദ്രമാക്കി മാറ്റും. സമുദായമേ, നിങ്ങളങ്ങനെ ചെയ്യല്ലേ. വേറെ ഹദീസ് കാണാം, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹ് നശിപ്പിക്കട്ടെ, ഖാത്തലല്ലാഹ്, അവരെ നശിപ്പിച്ച് കളയട്ടെ. എന്തുകൊണ്ടാണ്? ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ, അവരിൽക്ക് വന്ന അമ്പിയാക്കൾ മരിച്ചാലും ഖബർ കെട്ടിപ്പൊന്തിച്ച് പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റും. നേരത്തെ പറഞ്ഞ ഹദീസിൽ സ്വാലിഹീങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഖബർ കെട്ടിപ്പൊന്തിച്ച് പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റും. ഈ ഹദീസിൽ പറയാണ്, അവർക്കിടയിൽ വന്ന അമ്പിയാക്കൾ മരിച്ചാലും ആ അമ്പിയാക്കളുടെ ഖബർ പോലും അവരെന്ത് ചെയ്യാണ്? കെട്ടിപ്പൊന്തിക്കുകയാണ്. ഇന്ന് സാധാരണക്കാരുടെ ഖബർ കെട്ടിപ്പൊന്തിക്കാൻ പാടില്ല, അമ്പിയാക്കളുടേതും ഔലിയാക്കളുടേതും കെട്ടിപ്പൊന്തിച്ചാൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്കാണ് റസൂലുള്ളാഹിൻ്റെയും മറുപടി. ജൂതന്മാർ നശിപ്പിക്കപ്പെടാൻ, ജൂതന്മാർക്ക് അള്ളാഹുവിൻ്റെ ശാപം കിട്ടാനുള്ള പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ടൊരു കാരണമായിട്ട് ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരിച്ചുപോയ അമ്പിയാക്കളുടെ ഖബർ അവരെന്ത് ചെയ്തു? കെട്ടിപ്പൊന്തിച്ചു. അവിടെ പോയി പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം തുടങ്ങി. ജൂതനിൽ നിന്നത് വന്നത് ഷിയാക്കളിലൂടെയാ ഇന്ന് ലോകത്തത് വ്യാപകമായി കൊണ്ടേയിരിക്കുന്നത്. ഷിയാക്കളാണത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹ് പറയുക, എന്നാൽ അവരിൽപ്പെട്ട എല്ലാവരും ഒന്നും അങ്ങനെയല്ല. ഒരു ചെറിയൊരു ന്യൂനപക്ഷ വിഭാഗമുണ്ട്, ചെറിയൊരു വിഭാഗം, ന്യൂനപക്ഷമേ ഉള്ളൂ. അവരുടെ സ്വഭാവം എന്താ? അവർ ലൈസു സവാ മിൻ അഹ്ലിൽ കിതാബി, ഈ പറഞ്ഞ അഹ്ലു കിതാബിൽ ഒരു നല്ല ഒരു വിഭാഗമുണ്ട്. അവർ രാത്രി സമയങ്ങളിൽ സുജൂദിലായിക്കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുന്നു. എന്താ സുജൂദിലായിക്കൊണ്ടിരിക്കുക ഉദ്ദേശിക്കുന്നത്? രാത്രി സമയത്ത് അള്ളാഹുവിൽ സുദീർഘമായി നമസ്കരിക്കുന്നു. അള്ളാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു നന്മയാണത്, രാത്രി സമയത്തുള്ള നമസ്കാരം അല്ലേ? നമ്മൾ ഈ ശഅബാൻ മാസത്തിൻ്റെ വിഷയം പറയുമ്പോൾ പറഞ്ഞിരുന്നു, ആ ടൈമിന് പ്രത്യേകതയുണ്ട്. അള്ളാഹു കൂലി നൽകുന്ന ചില സമയങ്ങൾക്ക് പ്രത്യേകത. ഞാൻ സാന്ദർഭികമായിട്ട് പറയുക. പിന്നെ ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അള്ളാഹിൻ്റെ അടുക്കൽ ഫضലുള്ള നിസ്കാരം ഏതാണ്? രാത്രി നിസ്കാരം. അതെന്തുകൊണ്ടാണ്? രാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങുക. എല്ലാവരും ഉറങ്ങുമ്പോൾ പടച്ചവനുക്ക് വേണ്ടി നിൽക്കുന്ന ആൾ തഹജ്ജുദ് നിസ്കരിക്കാൻ. അപ്പോൾ അവന് സാധാരണ നിസ്കാരത്തിൻ്റെ കൂലിയല്ല അള്ളാഹ് കൊടുക്കുക. എന്ത് കൂലി കൊടുക്കുക? സ്പെഷ്യൽ കൂലിയാണ് കൊടുക്കുക. ശഅബാൻ മാസത്തിൻ്റെ നോമ്പിന് നല്ല കൂലിയാണ്. എന്തുകൊണ്ടാണ് അള്ളാഹ് കൂലി കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പ് എടുക്കുന്നത്? ശഅബാൻ കഴിഞ്ഞ അടുത്ത മാസം ഏതാ? റമദാൻ മാസം. അപ്പോൾ ശഅബാൻ മാസത്തിൽ ലോകത്ത് എല്ലാവരും വിചാരിക്കുന്ന, ഭൂരിഭാഗം വിചാരിക്കുന്ന സമയമാണ്, എന്തായാലും ഇങ്ങനെയൊക്കെ കളിച്ചു, ഇമ്മാസം കൂടെ കളിക്കുക, അടുത്ത മാസം മുതൽ എന്ത് ചെയ്യുക? നന്നാകുക. അപ്പോൾ അശ്രദ്ധയിലാകുന്ന സമയമാണ്. അതുപോലെ പിന്നെ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഉള്ളൊരു ദുആയുണ്ട് അല്ലേ? എത്ര ആ ദുആക്ക് എത്ര കൂലിയാ? 10 ലക്ഷം കൂലിയാണ്. മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ദുആ ചെയ്തിട്ട് ഇറങ്ങില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന പ്രാർത്ഥനയുണ്ട്. 10 ലക്ഷം കൂലി. അല്ല, അത് മാത്രമല്ല, 10 ലക്ഷം തെറ്റ് പൂർത്തി വരും. അതും മാത്രമല്ല, 10 ലക്ഷം പദവി ഉയർത്തും. അതുമാത്രമല്ല, സ്വർഗത്തിലൊരു വീട് വന്നു തരും. 4 കൂലിയാണ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഒരു ദുആ ചെയ്താൽ.
എല്ലാ ദിവസവും 10 വട്ടം നമ്മൾ ഇറങ്ങും, പക്ഷെ ചെയ്യൂല. എന്തുകൊണ്ടാണ് അള്ളാഹ് കൂലി അവിടെ തരുന്നത്? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പറഞ്ഞൊരു സ്ഥലമാണ്, നിങ്ങളാരും ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് പോകരുതേ. ആദ്യം മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ആൾ നിങ്ങളാകരുത്, അവസാനം അങ്ങാടിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആളോ നിങ്ങളാകരുത്. കാരണം അവിടെയാണ് പിശാചവൻ്റെ കൊടി നാട്ടിയത്. എല്ലാ തെമ്മാടിത്തരങ്ങളും എവിടുന്നാണ് പഠിക്കുക? മാർക്കറ്റ്. അപ്പോൾ അവിടെ ഈ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് പഠിച്ചവനും സൂക്ഷിച്ച് എക്സ്ട്രാ കൂലിയ. അതാണ് അള്ളൊരു പ്രത്യേകമായിട്ട് പോരിഷ ഈ അഹ്ലി കിതാബിൽ പോലും ഉണ്ട് ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേകത പറയാണ്, അവർ രാത്രി എഴുന്നേറ്റ് കൊണ്ട് അവരെന്ത് ചെയ്യും? നമസ്കരിക്കും. അങ്ങനെ അത്രത്തോളം പഠിച്ചവനിൽ വിശ്വാസമുണ്ട് എന്നുള്ള ഉറപ്പിച്ച് നമുക്ക് പറഞ്ഞു തരിക. ആയത്ത് അഹ്ലി കിതാബിലെ ചില ആൾക്കാർ അവരുടെ നല്ല ഗുണങ്ങളാണ് പറയുന്നതെങ്കിലും ഖുർആനിലെ ഏതായത്തും ഇതാർക്ക് കൂടിയാ? നമ്മൾക്ക് കൂടിയാ. ഇങ്ങനെ മാഷാ അല്ലാ ഇങ്ങനൊരു ടീമൊക്കെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ തഫ്സീറും പൂട്ടിയിട്ട് അടുത്ത വ്യാഴ്ച വരികയല്ല വേണ്ടത്. ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ഒരിക്കലല്ല, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിച്ച് നോക്കുക. ആ നമസ്കാരത്തിൻ്റെ കൂലി അറിയാലോ അല്ലേ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് അല്ലാഹു തആല പരസ്യമായ പ്രബോധനം നൽകുക, ദഅവത്ത് എല്ലാവരിലേക്കും എത്തിക്കണം എന്ന രീതി പറയാം. അതിന് അള്ളാഹ് കൊടുത്ത ട്രെയിനിങ് എന്താണെന്നറിയോ? ആളുകൾക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. എല്ലാവരും കളിയാക്കും ബഹിഷ്കരിക്കും ഒക്കെ ചെയ്യും. പക്ഷെ അതിന് ട്രെയിനിങ് അള്ളാഹ് കൊടുത്തത് ഒരു വർഷക്കാലം നിർബന്ധമായിട്ട് രാത്രി നിസ്കരിക്കണം. റസൂലുള്ളാഹിക്ക് തറാവീ നിസ്കാരം അഥവാ രാത്രി നിസ്കാരം ഖിയാമുൽ ലൈൽ റസൂലുള്ളാഹിക്ക് ആദ്യകാലത്ത് എന്തായിരുന്നു? നിർബന്ധമായിരുന്നു അല്ലേ? എന്നിട്ട് പിന്നെ അവസാനം അല്ലാഹു തആല പിന്നെ ഖുമിൽ ലൈല ഇല്ലാ ഖലീല എന്ന സൂറത്ത് ഇങ്ങനെ തുടങ്ങി അതിൻ്റെ അവസാനം കാണാം ഇന്ന റബ്ബക യഅലം എന്ന് പറയുന്ന അവസാന ഭാഗത്തുള്ള ആയത്ത്. റബ്ബിയെ എനിക്കറിയാം, അല്ലാഹ് പറയുക, താങ്കളും താങ്കളുടെ കൂടെയുള്ളവരെ ഇങ്ങനെ സുദീർഘമായിട്ട് ഇങ്ങനെ നിന്ന് നിസ്കരിക്കുകയാണ്, മനസ്സിലാക്കി. അതുകൊണ്ട് അള്ളാഹ് അവസാനം പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതോ എളുപ്പമുള്ളത് ഖുർആനിൽ നിന്ന് ഓദിക്കോ. അഥവാ നിർബന്ധ സ്വഭാവം രാത്രി നമസ്കാരത്തിൽ നിന്ന് മാറ്റുകയാണ്. പിന്നീട് ആദ്യം രാത്രി നിസ്കാരം എന്തായിരുന്നു? നിർബന്ധം. എന്തിനാണ് ആ നിർബന്ധമാക്കിയത്? ഒരു വമ്പിച്ച പിന്നെ ഒരു ഖൗലൻ സഖീല, ഒരു വമ്പിച്ച ഭാരം അല്ലാഹു തആല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുക്കാൻ വേണ്ടി പോകുക. അതിൻ്റെ ട്രെയിനിങ്ങാണ്. രാത്രി എല്ലാവരും ഉറങ്ങുക, നമുക്ക് ഉറക്കിന് വല്ലാത്ത പൂതിയുണ്ട്. ആ പൂതിയുള്ള നേരത്ത് പഠിച്ചോനിക്കും വേണ്ടിയിട്ട് എഴുന്നേൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി എന്താണ്? മനക്കരുത്ത് വേണം. അതാണ് അല്ലാഹു തആല ട്രെയിനിങ്ങിലൂടെ നൽകുന്നത്. അതാണ് രാത്രി നമസ്കാരത്തെക്കുറിച്ച് ഹദീസുകളിലൊക്കെ വന്നതും. ഇത് സാലിഹ്യങ്ങളുടെ പതിവാണ്. നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് അതിനു വേണ്ടിയിട്ടാണ് ഉച്ചക്കത്തെ ഉറക്കം. പണ്ഡിതന്മാരൊക്കെ ഈ കൈലൂലത്തിൻ്റെ ഉറക്കം, ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് ഇത്തിരി ഉറങ്ങൂലേ, അതാർക്ക് രാത്രി എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്ന് ഉന്മേഷമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഉച്ചക്കത്തെ ഉറക്കം. നമ്മൾ അച്ചാൻസിൽ ഉറങ്ങുന്ന രാത്രി ഉറങ്ങും, സ്വഭാവിക കഴിഞ്ഞിട്ട് വീണ്ടും ഉറങ്ങും അല്ലേ? ഫുൾ ടൈമായിട്ട് ആര് നിലക്ക് നമ്മൾ ഉറങ്ങുകയാണ്. അതുകൊണ്ട് ഈ ആയത്ത് നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കാൻ നോക്കുക. സൂറത്തു സജിദ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ സുബഹിക്ക് ഇമാം ഒന്നാമത്തെ റക്അത്തിൽ ഓതുന്ന സൂറത്താണേത്? സൂറത്തു സജിദ. അതിൽ രാത്രി നമസ്കാരത്തെ പറ്റി ഇങ്ങനെ പറയുന്നൊരു ഭാഗമുണ്ട് അല്ലേ? അവർ ബെഡുകളിൽ നിന്ന് തങ്ങളുടെ പാർശ്വങ്ങളെ ഇങ്ങനെ മാറ്റും. എന്നിട്ട് യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമഅ, വിശ്വാസികൾ അള്ളാഹിനോട് പേടിച്ച് പ്രാർത്ഥിക്കും. പേടി അഥവാ നരകത്തെ പേടിച്ച് സ്വർഗത്തെ മോഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആ നമസ്കാരത്തിൽ ഇങ്ങനെ പഠിച്ചവനോട് ഇങ്ങനെ ഓതി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും ആളുകൾ. എന്നിട്ട് അള്ളാഹ് അവർക്ക് പറയുക, സ്വർഗത്തിൽ അവർക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ അള്ളാഹു അത് മുഖേന അള്ളാഹു തആല അവർക്ക് സ്വർഗം നൽകുക. ഏറ്റവും നല്ല കൂലി അള്ളാഹു ആ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. അള്ളാഹു അത് നമസ്കരിക്കുന്ന, അത് പതിവാക്കുന്ന അത്തരം ആളുകൾ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജൂതന്മാരിലും അഥവാ അഹ്ലി കിതാബിലും ഇന്നലക്കുള്ള നല്ല ഭക്തിയുള്ള ആളുകളുണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ പോലും അള്ളാഹുവിൽ സുജൂദ് ചെയ്ത് നമസ്കരിക്കുന്ന ആളുകൾ. യുഅ്മിനൂന ബില്ലാഹി, അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. വൽ യൗമിൽ ആഖിരി, അന്ത്യനാളിലും വിശ്വസിക്കുന്നു. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നല്ലത് കൽപ്പിക്കുന്നു, ചീത്ത വിരോധിക്കുന്നു. നമ്മൾ പറഞ്ഞതാ അല്ലേ? ഇതിൻ്റെ പ്രാധാന്യവും നമ്മൾ പറഞ്ഞതാ. ഇതൊക്കെ ആരിലുണ്ട് എന്നാണ് പറയുന്നത്? നശിച്ചു പോകട്ടെ എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ച ആ വിഭാഗത്തിൽ പോലും ഇങ്ങനത്തെ ഉണ്ട്. അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾക്കും ഈ അറിവുണ്ടായിരിക്കണം. ഇവരിലും ഒരു ന്യൂനപക്ഷം റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്നു, റസൂലുള്ളാഹിയുടെ മുമ്പും ഉണ്ടായിരുന്നു അല്ലേ?
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീലിൻ്റെ പിടുത്തം വന്നു. പേടിച്ച് വീട്ടിൽ കൂടി. ഖദീജ റളിയല്ലാഹു അൻഹ എങ്ങോട്ടേക്കാണ് റസൂലുള്ളാഹിനെ കൂട്ടി കൊണ്ടുപോയത്? വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ ഒരു കുടുംബക്കാരടുത്തേക്ക്. വേദങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചയാൾ, അദ്ദേഹത്തെക്കുറിച്ച് പറയലുണ്ട്. അദ്ദേഹം വിഗ്രഹത്തെ ആരാധിക്കാത്ത പൂർവ്വവേദങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആ ഇബ്രാഹിം മില്ലത്തിൽ റസൂലുള്ളാഹിൻ്റെ ഇബ്രാഹിം നബിൻ്റെ ഇടയ്ക്ക് ഈസാ നബിൻ്റെ ഇടയ്ക്ക് കാലഘട്ടം വരുന്നുണ്ട്. കുറച്ച് പ്രവാചകൻ അമ്പിയാക്കൾ ഇല്ലാത്തൊരു ഘട്ടം വരുന്നുണ്ട്. ആ സമയത്തുള്ള ആളുകൾ ഇബ്രാഹിമി മില്ലത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അവരിൽപ്പെട്ടതായിരുന്നു ഈ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു, അമാനിയുടെ തഫ്സീർ ഈ വിശദീകരണത്തിൽ നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ഇതുപോലെ അഹ്ലു കിതാബ് വ്യക്തിയായിരുന്നു. പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കണം? അവർ ആരിലും വിശ്വസിക്കണം? മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നബിയാണെന്ന് വിശ്വസിച്ച അവിടത്തേക്ക് വിശ്വസിക്കണം. അങ്ങനെ അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു അഹ്ലു കിതാബിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ വലിയ വലിയ പൈസക്കാരും ആ വലിയ വലിയ ആൾക്കാരൊക്കെ ആയ ക്രിസ്ത്യാനി അഥവാ ഈ അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ കളിയാക്കാൻ തുടങ്ങി. വിവരം കെട്ടവനാണ്, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഞങ്ങളിൽപ്പെട്ട നല്ലൊരാളും എങ്ങോട്ടേക്ക് പോയിട്ടില്ല, മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് കൂടുതൽ ജൂതന്മാരും റസൂലുള്ളാഹിൽ വിശ്വസിക്കാത്ത? അസൂയ. അവർക്കൊരിക്കലും ഈ മുഹമ്മദിൽ വിശ്വസിക്കാൻ അവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. ആ നിലക്കുള്ള ഒരു അസൂയ അവരത് തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചില ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നിർബന്ധമാണ്. അത് ഏത് സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ ശരിക്കും ഞങ്ങളാണ് അള്ളാഹുവിൻ്റെ ആളുകളെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരാരിൽ വിശ്വസിക്കുമ്പോൾ മാത്രമായിരിക്കും? മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും. റസൂലുള്ളാഹിന്റെ മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടായിരുന്നു, ഇനി ശേഷം ഉണ്ടാകുകയും വേണം. എന്നിട്ട് അവരുടെ സ്വഭാവം നല്ലത് കൽപ്പിക്കും, തിന്മ വിരോധിക്കും, നന്മയിലേക്ക് മത്സരിക്കും, നന്മ ചെയ്യാൻ. ഇതൊക്കെ നമ്മൾ എത്രയോ പറഞ്ഞ വിഷയമാണ്. നന്മ കൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം. ഒറ്റക്കങ്ങോട്ട് ജീവിക്കാനല്ല ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ശൈലി. നാം പഠിച്ച സത്യം അത് ഖൈറാണ്, മഅറൂഫാണ്, നല്ലത്. അള്ളാഹിൻ്റെ അടുത്ത് കൂലി കിട്ടുന്ന എല്ലാം എന്താണ്? നന്മയാണ്. പടച്ചോനും നമ്മൾക്ക് വിലക്കിയ അത് നമ്മുടെ ആരോഗ്യത്തിനും സമൂഹത്തിനും എല്ലാവർക്കും ഷർറായിരിക്കും. അത് മുഴുവനും എന്താണ്? തിന്മയാണ്. ആ തിന്മ വിരോധിക്കാനും അവർ കാണിക്കും. അപ്പം മുസ്ലിങ്ങളാകുന്ന നമ്മൾ അതെപ്പോഴും കാണിച്ചു കൊണ്ടേയിരിക്കണം. നമ്മളത് പഠിക്കണ ഈ ആയത്തിൽ ഈമാൻ 70 ചില്ലാനും ശാഖകളാണെന്ന് പഠിച്ചു. ഏറ്റവും മുകളിലത്തെ എന്താണ്? ഈമാൻ ശാഖകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും താഴെ എന്താണ്? അല്ലേ? ഇമാത്തത്തുൽ അദാ ഫി ത്വരീഖ് അല്ലെങ്കിൽ അനി ത്വരീഖ് എന്നൊക്കെ ഹദീസുകളിൽ കാണാം. വഴിയിൽ നിന്ന് ഒരു മാലിന്യം നീക്കുന്നത് പോലും, ഒരു ഉപദ്രവം നീക്കുന്നത് പോലും ഈമാൻ ഉണ്ട് എന്നതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഒരാളെ റോഡ് ബ്ലോക്ക് ചെയ്യുക, ഒരാളെ വഴി ബ്ലോക്ക് ചെയ്യുക, അല്ലേ? നമ്മൾ ഇലക്ട്രിസിറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒരു ലോറി കൊണ്ട് മണ്ണ് ഇറക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ എന്തോ ആകട്ടെ, അത് ചെയ്യുന്നത് ഈമാൻ ഇല്ലാത്ത പണിയാണ്. ഈമാനുള്ള ആൾക്കാർ ചെയ്യുന്നത് റോഡിൽ നിന്ന് അതല്ലെങ്കിൽ വഴികളിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കുന്ന കാര്യമായിരിക്കും അവർ ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, അവരെക്കുറിച്ച് അല്ലാഹ് പറയാം, വയുസാരിഊന ഫിൽ ഖൈറാത്ത്, ഏത് നന്മയിലും അവർ മത്സരം കാണിക്കും, നന്മ ചെയ്യാൻ. വ ഉലൈക മിനസ് സ്വാലിഹീൻ, അവർ സ്വാലിഹീങ്ങളിൽ പെട്ടതാകുന്നു. നമുക്കും സാധിക്കണം. ഞാനിത് ഈ ആയത്തിനെ കൂടുതൽ വിശദീകരിക്കാത്തത് 1-2 ക്ലാസ്സുകൾക്ക് മുമ്പ് ഞാൻ തന്നെ വിശദീകരിച്ച നന്മ കൽപ്പിക്കുന്നതിൻ്റെയും തിന്മ വിരോധിക്കുന്നതിൻ്റെയും പ്രാധാന്യം. പക്ഷേ ഇത് നമ്മൾ പറയുക എന്നല്ലാതെ ആരും പ്രാവർത്തിക രംഗത്തുണ്ടാകൂല. നന്മ കൽപ്പിക്കൽ തുടങ്ങേണ്ടത് എവിടെ വെച്ചിട്ടാ? വീട്ടിൽ വെച്ചിട്ടാ. നമ്മൾ എവിടെ പറഞ്ഞാലും തുടങ്ങാത്തത് എവിടെയായിരിക്കും? വീട്ടിലാരും നല്ലത് പറയൂല. ബാപ്പ ഉമ്മ ഷിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പറയില്ല. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും മനസ്സിലായിക്കോ. ഇനി ഇവിടെ വെച്ച് പറയാൻ കാരണം, നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പോകുന്ന മഹലിനെ കുറിച്ച് എന്നേക്കാളും അറിയാം നിങ്ങൾക്കാണ്. ആ മഹലിൽ നമ്മുടെ ബാപ്പയൊക്കെ ചിലപ്പോൾ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ വള്ളീൻ്റെ കാര്യം മൗലൂദിൻ്റെ ചോറ് വിതരണം ചെയ്യുന്ന നമ്മളെ ബാപ്പയായിരിക്കും, അല്ലെ കുടുംബക്കാരനായിരിക്കും, അല്ലേ? നമ്മളെ മക്കൾ നമ്മൾ തിന്നൂല, പഠിച്ചിട്ട് മേലെ ഔങ്ങിക്കളിയും. പക്ഷെ നമ്മളെ മക്കളോ, നമ്മളെ പെണ്ണുങ്ങളുണ്ടാവും മേടിക്കുന്നത്, നമ്മളെ മക്കളുണ്ടാവും കഴിക്കുകയും ചെയ്യുന്നു. ഇത്തരം ഷിർക്കിൻ്റെതോ ബിദ്അത്തിൻ്റെതോ ഒരാചാരങ്ങളിലും നമ്മളുണ്ടാകരുത്. നമ്മൾ കുടുംബത്തെ തിരുത്തുക, മാന്യമായി തിരുത്തുക, ദേഷ്യത്തെ തിരുത്തുകയല്ല. ചില ആൾക്കാർ
ദേവത്തിന് നടത്തുന്ന കണ്ടാൽ അവിടെ മധ്യസ്ഥനാക്കാൻ വേറെ രണ്ടാൾക്കാർ പോകേണ്ടി വരും അല്ലേ, കച്ചറുണ്ടാക്കിയിട്ടല്ലേ, അറിയാത്തത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഏത് തെറ്റും നമുക്ക് ഒരാളെ എതിർത്ത് പറയാം, പക്ഷേ നമ്മളെ ശൈലി ഒന്ന് നന്നാക്കിയാൽ മതി. തെറ്റെതിർത്താലാരൊന്നും പറയില്ല, പക്ഷേ ഒറ്റയടിക്ക് നമ്മൾ ചിന്തിക്കണം, ഞാൻ എങ്ങനെ നന്നായി. ആരോ ഒരാൾ വഴല് പറഞ്ഞ് എടാ അത് ശരിയല്ല ഇതാ ശരി, എന്നിട്ട് മാറിയോ നമ്മൾ? ഇല്ലല്ലോ, ആരും അങ്ങനെ ചെയ്യില്ലല്ലോ. അവർ പഠിക്കും, അവർക്ക് ബോധ്യപ്പെടണം. നമ്മൾ അവരുടെ മനസ്സിനോട് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. എൻ്റെ നാവ് വിജയിച്ചാൽ പോരാ, അങ്ങാടിയിൽ ഞാൻ എൻ്റെ തൊള്ള വിജയിച്ചാൽ പോരാ എന്ന രീതി നമ്മൾക്ക് പറയാൻ കഴിയണം. ഇങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നല്ലത് ചെയ്താലും, ഇപ്പം അഹ്ലു കിതാബിൽപ്പെട്ട ആൾക്കാർ നല്ലത് ചെയ്തു, അല്ല പറയുക വമാ യഫ്അലൂ മിൻ ഖൈറിൻ, അവരെന്ത് നന്മ ചെയ്താലും ഫലൻ യുക്ഫറൂഹു, അവരോടതിൽ നന്ദി ചെയ്യപ്പെടുകയില്ല. ലൻ യുക്ഫറു, ആ ലൻ എന്ന പദമുണ്ട്, അതിൻ്റെ അർത്ഥം ഒരിക്കലും, അത്ര ശക്തി. ഇപ്പോൾ ലൻ അക്ദിബ അബദൻ എന്ന അറബി പറയൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കളവ് പറയൂല, ഞാൻ കളവ് പറയൂല എന്നല്ല. ഈ ലൻ എന്ന പ്രയോഗം വരുമ്പോൾ പിന്നെ എൻ്റെ അർത്ഥത്തിന് ശക്തി കൂടണം. അതുകൊണ്ടല്ല, അവരെന്ത് നന്മ ചെയ്തു കഴിഞ്ഞാലും ഫലൻ യുക്ഫറൂഹു, അവർക്ക് എന്തുണ്ടാകില്ല? ഒരു നന്മയും പിന്നെ അവരോട് ഒരു നിലക്കുമുള്ള നന്ദികേടും കാണിക്കപ്പെടുന്നതല്ല. വല്ലാഹു, അല്ലാഹു തആല അലീമും ബിൽ മുത്തഖീൻ, തഖ്വയുള്ളവരെ പറ്റി, സൂക്ഷ്മത കാണിച്ച് ജീവിക്കുന്നവരെ പറ്റി അല്ലാഹു തആല നന്നായിട്ട് അറിയുന്നവനാണ്. നന്നായിട്ട് അള്ളാഹ്ക്കറിയാം തഖ്വയുണ്ടായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. എനിക്ക് പിന്നെ എൻ്റെ സഹോദരങ്ങളോടും സഹോദരികളോടും ഈ ആയത്തുകൾ പറയാനുള്ളത്, അത് തന്നെയാണ് എൻ്റെ മനസ്സൂന്നി പറയുന്നത്. ജൂതൻ്റെ ചരിത്രം കേട്ടുപോകുക അത് ഒരു ഭാഗത്തൊക്കെ ഈ പറഞ്ഞതൊക്കെ, പക്ഷേ ഈ ആയത്ത് നമ്മളെ ജീവിതത്തിൽ ഇപ്പം ഞാൻ എന്നോട് പറയാം, നമ്മൾ വിലയിരുത്തണം. ഈ പറഞ്ഞ അള്ളാഹിൻ്റെ ശാപം കിട്ടുന്ന ജൂതന്മാരുടെ കൂട്ടത്തിൽ പോലും ഇങ്ങനത്തെ ടീമുണ്ട് എന്നാണ് പറയുന്നത്. ഉമ്മത്ത് മുഹമ്മദ് അല്ലേ നമ്മളൊക്കെ, ആ ഉമ്മത്ത് മുഹമ്മദ് ആകുന്ന നമ്മൾ ഈ പറഞ്ഞ പണി നമുക്കുണ്ടോ? രാത്രിയുള്ള നിസ്കാരമോ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, നന്മ മത്സരിച്ച് ചെയ്യൽ. നന്മ ചെയ്യലല്ല, ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? നന്മ ചെയ്യാൻ ഇവർക്ക് വല്ലാത്ത ധൃതിയാണ് അല്ലേ. നമ്മളൊരു ഓഫറിൻ്റെ പിന്നാലല്ലേ, ഓഫർ പേപ്പർ കഴിയുന്നതിന് മുമ്പേ നമ്മൾ കാണിക്കുന്ന ധൃതിയില്ലേ അല്ലേ, ആ ധൃതി നന്മ ചെയ്യാൻ. നമ്മൾക്കങ്ങനെ നിസ്കാരം എന്താ നാളെ തുടങ്ങാം അല്ലേ, സുന്നത്ത് ഫർള് തന്നെ നമ്മൾ ക്ലിയറായ മാഷാ അല്ലാഹ് എൻ്റെ എല്ലാം ഓക്കെ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, പടച്ചോൻ്റെ സ്വർഗം നേടിയെടുക്കാൻ എന്ത് നന്മയാണെങ്കിലും ഒരാളെ മുഖത്ത് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചാൽ പോലും കൂലിയാന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം അല്ലേ. ഏത് മനുഷ്യനോടും ഒരു കരുണ കാണിക്കുന്ന അല്ലേ, സലാം പറഞ്ഞു കഴിഞ്ഞാലും. എന്തിനാണ് നമ്മൾക്ക് കൂലി ഇല്ലാത്തത്? പള്ളിയിലേക്ക് നടന്നു പോയാൽ കൂലിയാണ്, തിരിച്ചു വരുമ്പോഴും അതിൻ്റെ കൂലി. ഒരു രോഗീനെ കാണാൻ വേണ്ടി പോയാൽ നിങ്ങൾ നോക്കി, ഒരു മുസ്ലിമായ രോഗിയെ നമ്മൾ കാണാൻ വേണ്ടി പോയാൽ 70,000 മലക്കാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പോകുമ്പോൾ മാത്രമല്ല, തിരിച്ച് വീട്ടിലെത്തോളും. എവിടെ നമുക്ക് കൂലിയില്ലാത്തത്? എന്തും നമ്മൾക്കൊരു മരിച്ച വീട്ടിൽ പോകുകയാണോ അല്ലേ, ഒരു മയ്യത്തിനെ സന്ദർശിച്ച് ആ ജനാസേൻ്റെ കൂടെ പോയി നമസ്കരിച്ച് ഖബറടക്കം വരെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എത്ര കൂലി കിട്ടും? 2 ഉഹുദ് മലയോട് അത്ര വലിയ കൂലി കിട്ടും നമുക്ക്. ഇനി നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരാണെങ്കിൽ 1 ഉഹുദ് മലയോളം കൂലി കിട്ടും നമ്മൾക്ക്. എവിടെയാണ് കൂലി ഇല്ലാത്തത്? ടെൻഷൻ വരുമ്പോൾ നമ്മൾ മനസ്സിൽ ഒതുക്കി പിടിക്കും, പഠിച്ചോൻ എന്നെ നീ രക്ഷിക്കണേ, പ്രയാസപ്പെടുത്തല്ലേ. അതിന് നമുക്ക് എന്ത് കിട്ടുകയാണ്? കൂലി കിട്ടുകയാണ്, സന്തോഷം വരികയാണ്. ആ സന്തോഷം കൊണ്ട് നമ്മൾ പഠിച്ചോനെ നിനക്ക് നന്ദിയുണ്ട്, അൽഹംദുലില്ലാ പറയാണ്, കൂലിയുണ്ട്. ഈ കൂലികളൊക്കെ മത്സരിച്ച് മേടിച്ചാൽ ഒന്നും നമുക്ക് അല്ലാഹ് പറയാം ഒന്നും നഷ്ടപ്പെടുത്തൂല ആരെന്ത് ചെയ്താലും. പക്ഷേ ഇങ്ങനെയൊക്കെ കൂലി കിട്ടിയിട്ടും റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താ? 1000 ആളുകൾ, അതിൽ 999 ആളുകൾ നരകത്തിലേക്ക് അല്ലാഹ് വലിച്ചെറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ എങ്ങോട്ടേക്ക് പോകുന്നത്? സ്വർഗത്ത് പോകുന്നത്. എന്തുകൊണ്ടാണത് ഇത്ര കൂലി നമുക്ക് കിട്ടിയിട്ടും പോകുന്നത്? അല്ലാഹ് എല്ലാ നിലക്കും നമ്മൾക്ക് ഓഫറുകൾ തരികയാണ്. ഒരു നന്മക്ക് ഒരു കൂലിയല്ല. സ്റ്റാർട്ടിങ് എത്ര മുതലാണ് നന്മക്ക്? 10 മുതൽ 700 ഇരട്ടി വരെ, അതിൻ്റെ അപ്പുറത്തേക്ക് പോലും പോവുകയാണ്. അതുകൊണ്ട് പറയുന്ന സ്വഭാവങ്ങൾ അവർക്കുണ്ടെങ്കിൽ നമ്മളിലേക്കും അതെത്തിക്കാൻ സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ ക്ലാസ് കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട മെച്ചം. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുക, അമലായിട്ട് എന്താ ഞാൻ എൻ്റെ കയ്യിലുള്ളത് എന്ന്. ഇനി ഇത്രയൊക്കെ അല്ലാഹ് ഒരാൾ നന്മ ചെയ്താലും അല്ലാഹ് കൂലി നഷ്ടപ്പെടുത്തൂല എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് നേരെ ഓപ്പോസിറ്റ് മറുഭാഗം പറയുക, ഇന്നല്ലദീന കഫറു, തീർച്ചയായും സത്യനിഷേധികൾ അഥവാ അവിശ്വസിച്ചിട്ടുള്ളവർ, ലൻ തുഗ്നിയ, അവർക്ക് ഉപകരിക്കില്ല, ലൻ തുഗ്നിയ അൻഹും, അവർക്ക് ഉപകരിക്കൂല, അംവാലുഹും, അവരുടെ മുതൽ സ്വത്ത്,
വല ഔലാദുഹും അവരുടെ മക്കളും മിനല്ലാഹി അള്ളാഹുവിങ്കിൽ നിന്ന് ഷൈഅൻ യാതൊന്നും വ ഉലായിക അസ്ഹാബുന്നാർ അവർ നരകത്തിൻ്റെ ആളുകളാണ് ഹും അവർ ഫീഹ അതിൽ ഖാലിദൂൻ നിത്യവാസികളായിരിക്കും. നേരത്തെ തൊട്ടുമുമ്പിൽ താഴത്ത് പറഞ്ഞത് ശപിക്കപ്പെട്ട അഹ്ലി കിതാബിൽ പോലും നല്ലവരുണ്ട്, അവർ നന്മ ചെയ്യുന്നു, ഒരു നന്മക്കും അള്ളാഹ് കൂലി എന്ത് ചെയ്യൂല, നഷ്ടപ്പെടുത്തൂല, കൊടുക്കും. ഈ ആയത്ത് പറയുക സത്യനിഷേധികൾ അവിശ്വസിച്ച ആളുകൾ അള്ളാഹിൻ്റെ അടുത്ത് അവർക്ക് മക്കളാകട്ടെ സ്വത്താകട്ടെ ഒന്നും ഉപകാരപ്പെടൂല, അവർ നരകത്തിൻ്റെ ആളുകളാണ്, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഈ കാഫിർ മുസ്ലിങ്ങളിലും ഉണ്ടാവും. അതാ ഞാനിത് പ്രത്യേകം നേരത്തെ ജൂതരിലും ക്രിസ്ത്യാനികളിലും നല്ലവരുണ്ട് എന്ന് പറഞ്ഞതുപോലെ അല്ല പറഞ്ഞ ഈ കാഫിർ ഏത് വിഭാഗത്തിലും ഉണ്ടാകും? മുസ്ലിങ്ങളിലും ഉണ്ടാകും. നൂഹ് നബി കപ്പലുണ്ടാക്കി അല്ലേ? ആ കപ്പൽ വെള്ളത്തിലിറക്കി അള്ളാഹിൻ്റെ തീരുമാനപ്രകാരം. വെള്ളപ്പൊക്കമാണ് നാട്ടിലൊക്കെ. ആരാണ് ആ കപ്പലിൽ കയറിയത്? പറഞ്ഞേ. സത്യവിശ്വാസികൾ മാത്രം അല്ലേ? ലോകത്ത് ശിർക്കുള്ള മുശ്രിക്കീങ്ങളെല്ലാവരും എന്തായി പോയിട്ടുണ്ട്? മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്തിനാ അള്ളാഹ് അടുത്തൊരു നബീനെ ഇറക്കിയത്? വേറെ നബി എന്തിനാ ഭൂമുഖത്ത് വന്നത്? ഈ കപ്പലിൽ കയറിയ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്നാണ് പിന്നീട് എന്തിലേക്ക് പോകുന്നത്? ഷിർക്കിലേക്കും കുഫറിലേക്കും പോകുന്നത്. ഷിർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ പങ്ക് ചേർക്കുന്ന. അപ്പം അള്ളാഹിൽ വിശ്വാസം ഉണ്ടാകും, കൂടെ വേറെ ആരെങ്കിലും. സത്യനിഷേധികൾ കാഫിര്യങ്ങൾ ഈ മുസ്ലിങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. പേരുകൊണ്ടും കാർഡിലെ പേരുകൊണ്ടും മറ്റും അല്ലേ, പാസ്പോർട്ടിലെ പേരുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. നമ്മുടെ കർമ്മം കൊണ്ട് അള്ളാഹ് തീരുമാനിക്കും മുസ്ലിമാണോ അല്ലേ എന്നുള്ളത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഏതെങ്കിലും നിലക്ക് സത്യവിശ്വാസത്തിൽ ഒരു കലർപ്പ് നമ്മൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ, മറ്റേ ടീം എല്ലാ നിലക്കും മോശം, പക്ഷേ അവർക്ക് അള്ളാഹിലുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം വന്നപ്പോൾ അവരുടെ എല്ലാ നന്മയും അള്ളാഹ് സ്വീകരിച്ചു. ഇതോ ഈ ആളുകൾക്ക് വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്താണ് ആ തകരാറുള്ളത്? അള്ളാഹിലുള്ള വിശ്വാസം ശരിക്കുള്ള വിശ്വാസമായിട്ട് മാറിയിട്ടില്ല. അന്ത്യദിനത്തിലുള്ള വിശ്വാസത്തിൽ തകരാറുകളുണ്ട്. റസൂലുള്ളാഹിയിലുള്ള വിശ്വാസത്തിൽ തകരാറുണ്ട്. വിശ്വാസത്തിൽ നമുക്ക് പുഴുക്കുത്ത് വീണോ? നമ്മൾ കോടിക്കണക്കിന് സ്വത്തുണ്ടായിട്ടും പടച്ചവനെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാൻ പറ്റില്ല. അടുത്ത ആയത്തും കൂടെ എടുത്തിട്ട് ഞാനത് മൊത്തത്തിൽ പറഞ്ഞു തരാം. മസലുമാ യുൻഫിഖൂൻ, അവർ ചെലവഴിക്കുന്നതിൻ്റെ ഉദാഹരണം, അഥവാ പടച്ചോനിൽ അവിശ്വസിച്ച ആളുകൾ ചെലവഴിക്കുന്നതിൻ്റെ ഉദാഹരണം. ഫി ഹാദിഹിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ, കമസലി റീഹിൻ, എന്തുപോലെയാണ്? ഒരു കാറ്റിനെ പോലെയാണ്. ഫീഹ, അതിലുണ്ട്, സ്വിറുൻ, അതിശൈത്യം, തണുപ്പല്ല, അതിനേക്കാളപ്പുറമാണ് സ്വിർ, അത്രയും കഠിനമായ ഒരു തണുപ്പുണ്ട്. അങ്ങനത്തെ ഒരു തണുപ്പുള്ള കാറ്റ് അതെന്ത് ചെയ്തു? അസ്വാബത്ത്, അത് ബാധിച്ചു. അതല്ലെങ്കിൽ അവിടെ മുസീബത്ത് ബാധിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നാശം ബാധിച്ചു അതുകൊണ്ട്, അക്കാറ്റ് കൊണ്ട്. അസ്വാബത്ത് ഹർസ ഖൗമിൻ, ഹർസ് കൃഷി, ഹർസ ഖൗമിൻ ഒരു ജനവിഭാഗത്തിൻ്റെ കൃഷിയെ അത് നശിപ്പിച്ചു കളഞ്ഞു ഈ തണുത്ത കാറ്റ്. ഏതാണ് ആ ജനത? അസ്വാബത്ത് ഹർസ ഖൗമിൻ വലമു അംഫുസും, തങ്ങളോട് അതിക്രമം കാണിച്ച ഒരു ജനതയാണത്. സ്വന്തം ശരീരങ്ങളോട് അതിക്രമം കാണിച്ച കുറ്റങ്ങൾ ചെയ്ത മനുഷ്യർ. ഫഅഹ്ലകത്ഹു, അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്തു? അത് നശിപ്പിച്ചു കളയാണ്. വമാ വലമഹുമുല്ലാഹ്, അള്ളാഹു അവരോട് അക്രമം കാണിച്ചിട്ടില്ല. വലാക്കിൻ, പക്ഷേ അംഫുസഹും യളിമൂൻ, അവരോട് തന്നെ അവരെന്ത് ചെയ്യാണ്? അക്രമം കാണിച്ചതാണ്. എന്താ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആല? മുകളിലത്തെ ആയത്ത് പറയാണ്, അള്ളാഹുവിൽ സത്യവിശ്വാസത്തിൽ പുഴുക്കുത്ത് വീണ് അവിശ്വസിച്ച ആളുകൾക്ക് അവരുടെ സ്വത്തോ അവരുടെ മക്കളോ ഒന്നും അള്ളാഹുവിന് ഉപകാരം ചെയ്യില്ല. അവർ നരകത്തിൻ്റെ ആളുകളാണ്, നിത്യവാസികളായിരിക്കും. അവർ ഈ ദുനിയാവിൽ മലയോളം ചെലവഴിച്ചാലും ഒരു തണുത്ത കാറ്റ് വീശി ഒരു കൃഷി നശിച്ചു പോവുകയാണ്. ആരുടെ കൃഷി? സ്വന്തം മനസ്സുകളോട് കുറ്റം ചെയ്ത ഒരു വിഭാഗത്തിൻ്റെ കൃഷി പല നിരക്കുള്ള ഈ കൊടുങ്കാറ്റ് പോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ വന്ന് നശിച്ചു കളയുന്നത് പോലെ. എന്നാൽ അത് അള്ളാഹ് നശിപ്പിച്ച, ഇവരുടെ തോന്നിയാസം കൊണ്ട് നശിച്ചതാണ്. ഇതുപോലെ പടച്ചോനിൽ വിശ്വസിക്കാത്ത ആളുകൾ എന്ത് ചെയ്താലും പടച്ചോൻ്റെ അടുത്ത് അതിനെ കൊണ്ടെന്തില്ല,
കാര്യമില്ല. ഈ കൃഷി നശിച്ചതുപോലെ അവർ സ്വന്തം നശിപ്പിച്ച് കളയാൻ അല്ല നശിപ്പിക്കുകയാണോ ഇത്? അല്ല. അതുകൊണ്ട് എന്തിനും ആദ്യം വേണ്ടത് എന്താണ്? വിശ്വാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒക്കെ ആദ്യം ശരിയാക്കേണ്ടത് വിശ്വാസമാണ്. എല്ലാവരും നിസ്കരിക്കണമെന്നറിയാൻ നാട്ടിലെ ആൾക്കാരുണ്ട് അല്ലേ? നിസ്കരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ക്യാമ്പുകൾ കാണാം. ഹൈറാണ് നിസ്കരിക്കണം, എല്ലാവരും നിസ്കരിക്കണം. പള്ളിയിലുള്ള നിസ്കരിച്ചിട്ട് ഇറങ്ങി വരുന്നവരോട് നിസ്കരിക്കണം, ഒരു കുഴപ്പമില്ല. എന്നാൽ ആ പള്ളിയിലത്തെ ഒരു ജാറുണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മളോട് തിരുത്തൂല അല്ലേ? അത് പോയി പ്രാർത്ഥിക്കല്ലേ. അപ്പം എന്തായി? അത് ഞങ്ങൾ പറയൂല, പറഞ്ഞാൽ പ്രശ്നമായി പോവും. ഉമ്മ ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ഉമ്മ ഉണ്ട്, നാട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ആ ബക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഖുർആൻ്റെ കിതാബല്ല, ഖുർആനല്ല പുറത്തേക്ക് വരുന്നത്, സബീന വരികയാണ് അല്ലേ? അങ്ങനെ ഓരോ വകയുടെ 2222, 3333, 4444 ഓരോ വകകളുടെ കിതാബുകൾ വരികയാണ്, ഖിറ കിതാബുകൾ. അതുപോലെ തന്നെ ഓരോന്നോരോന്നോരോ നാട്ടിൽ പല നിരക്കുള്ള അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എണ്ണവും വണ്ണവും നിങ്ങളവും നിശ്ചയിച്ചുള്ള ദിക്റുകൾ, സ്വപ്നം കാണാൻ സ്പെഷ്യൽ സ്വലാത്തുകൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആൾക്കാർ പോകുന്നത്. പടച്ചവനുള്ള വിശ്വാസം തകരാറ് വരികയാണ്. എന്തിനും ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ അന്ധവിശ്വാസം വരികയാണ് അല്ലേ? അതുപോലെ തന്നെ ഗൾഫിലുള്ള മക്കൾ നല്ല ജോലി കിട്ടാൻ അന്ധവിശ്വാസം വരികയാണ്. അതിനുവേണ്ടി ജാറത്തേക്ക് പോകുന്ന, വിളക്ക് കൊളുത്തുന്ന, തുണി മൂടുന്ന, അവിടെ തവാഫ് ചെയ്യിക്കുന്ന, നാട്ടിലേക്ക് അവധിക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ദർഗയിലും പോകുന്ന, എല്ലാ ദർഗയിലും ചുറ്റുക അല്ലേ? ഏതെങ്കിലും മിസ്സായിപ്പോയാൽ അടുത്ത വേറെ. ഇപ്പം നാട്ടിൽ സ്പെഷ്യൽ സിയാറത്തിൻ്റെ ടൂറുകളാണ് ഇന്ന് ഓരോ നിലക്കും വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും നിലക്ക് അള്ളാഹുള്ള വിശ്വാസത്തിൽ നമുക്ക് അബദ്ധങ്ങൾ സംഭവിച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു നന്മ അള്ളാഹ് സ്വീകരിക്കൂല. ലോകത്ത് എത്രയോ ആൾക്കാരാണ് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അവർക്ക് ഹോസ്പിറ്റലുണ്ട്, അവർ നന്നായിട്ട് കുഷ്ഠരോഗികളെ, അതുപോലെ തന്നെ മറ്റുള്ള രോഗങ്ങളെ പല നിലക്കും ചികിത്സിക്കും. നമുക്ക് ഡൗട്ട് ഉണ്ടാവും, പഠിച്ചവൻ ഇത്ര വലിയ മുസ്ലിങ്ങളെക്കാളും ചെയ്യുന്നത് ഇവരാ. പക്ഷെ പഠിച്ചവൻ്റെ അടുത്ത് എന്തില്ല? ഒരു കാര്യവുമില്ല. അള്ളാഹിൻ്റെ അടുത്ത് നമ്മുടെ ഒരു അമൽ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം 100% പെർഫെക്റ്റ് ആയിരിക്കണം. കുഫുറോ ഷിർക്കോ അതിൽ കലരാൻ പാടില്ല, ഒരു നിലക്കും കലരാൻ പാടില്ല. അള്ളാഹിനെ പോലെ നമ്മൾ വേറെ ആൾക്കാരെ സ്നേഹിക്കുന്നുണ്ട്, പണത്തെ അതുകൊണ്ട് റസൂൽ പ്രത്യേകം പ്രയോഗിച്ചില്ലേ, തൈസ അബ്ദുദ്ദീനാർ, ഈ ദീനാറിൻ്റെ അടിമ നശിക്കട്ടെ, നശിച്ചിരിക്കുന്നു അവന് അല്ലേ? ദിർഹമിൻ്റെ അടിമ നശിച്ചിരിക്കുന്നു. അവന് കിട്ടുമ്പോൾ ഇങ്ങനെ വമ്പിച്ച് അള്ളാഹിനോടൊക്കെ ഇഷ്ടം കൂടും. പൈസ കൊണ്ട് പോയാലോ ഓനാകെ ആണാണ്ട് മാറിപ്പോയിട്ടുണ്ടാവും. പണത്തെ പൂജിക്കണം, ഇതിങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കുക. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട് അല്ലേ? ദുനിയാവെന്നെ ദുനിയാവ്, പഠിച്ചവനുള്ള വിശ്വാസം എനിക്ക് പ്രശ്നമില്ല, കർമ്മങ്ങൾ പ്രശ്നമില്ല. ഇങ്ങനെ ഏത് നിലക്കാണെങ്കിലും സഹോദരങ്ങളെ, അള്ളാഹിലുള്ള വിശ്വാസം നമ്മുടെ പെർഫെക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു അമലും അള്ളാഹ് സ്വീകരിക്കൂല. അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്, ഒരു കർമ്മം, നമ്മുടെ എന്ത് കർമ്മം സ്വീകരിക്കണമെങ്കിലും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വിശ്വാസം നന്നായിരിക്കണം. നമ്മൾ മുസ്ലിങ്ങളാണ്, അള്ളാഹിനോട് മാത്രം വിളിച്ച് ദുആ ചെയ്യേണ്ട ആൾക്കാരാണ്, അള്ളാഹിൽ മാത്രം തവക്കുൽ ചെയ്യേണ്ട ആൾക്കാരാണ്. നമ്മുടെ ദുആ, നമ്മൾ സഹായം എന്ന് പേരിട്ടാലും ശരി, എന്ത് പേരിട്ടാലും ശരി, അല്ലാഹുവല്ലാതെ അള്ളാഹിൻ്റെ ഏതെങ്കിലും സൃഷ്ടിയോട്, അത് മലക്കാടാകട്ടെ, ജിന്നാകട്ടെ, അമ്പിയാക്കളാകട്ടെ, ഔലിയാക്കളാകട്ടെ, ആരോടാണെങ്കിലും നമ്മുടെ ആകാശലോകത്തേക്ക് ഉയരേണ്ട കൈ അള്ളാഹിൻ്റെ, അഥവാ സൃഷ്ടാവിലേക്ക് ഉയരേണ്ട കൈ അള്ളാഹിൻ്റെ സൃഷ്ടിയിലേക്ക് അങ്ങ് പോയാൽ നമ്മൾ മരിക്കുന്നത് വരെ അമൽ ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹ് സ്വീകരിക്കൂല. തൗബ ചെയ്ത് മടങ്ങണം നമ്മൾ, ഇല്ലെങ്കിൽ അള്ളാഹ് സ്വീകരിക്കൂല. രണ്ടാമതോ, വിശ്വാസം നന്നായാൽ പോരാ, ചെയ്യുന്ന കർമ്മം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ആയിരിക്കണം. ഹജ്ജ് ചെയ്യുമ്പോൾ റസൂലുള്ള പ്രത്യേകം, നിങ്ങൾ നേരത്തെ CD കേട്ടിട്ടുണ്ടാവും, ഹുദു അന്നി മനാസിക്. എന്തിനും ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞത് റസൂലുള്ള, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിന്ന് കണ്ടുപഠിക്കണേ. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങൾ നിസ്കരിക്കണേ. നിങ്ങൾ ഈ പള്ളികളിലൊക്കെ ഒന്ന് പോയി നോക്കിയേ, 4-5 കോലത്തിലുള്ള നിസ്കാരം കാണാം നമ്മൾക്ക് അല്ലേ? മക്കത്ത് പോകുമ്പോൾ വീണ്ടും കാണാം, സലാം വീട്ടിൽ നിന്ന് പകരം കൈ മുട്ടിയിട്ട് അല്ലേ തിരിച്ചു പോകുന്ന ആൾക്കാർ കാണാം. റസൂലുള്ളാഹി പറയുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. എന്ത് കർമ്മോ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച പോലെ ചെയ്യണം. പഠിപ്പിക്കാത്ത നിസ്കാരങ്ങളുണ്ട്, 100 റക്അത്തൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ബറാഅത്തിൻ്റെ രാവെന്ന പേര് പറഞ്ഞിട്ട്, അതുപോലെ ഷഅബാൻ 15-ൻ്റെ പേര് പറഞ്ഞിട്ട് ഈ നിലക്കൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത നമസ്കാരങ്ങളുണ്ട്, പാടില്ല, കൂലി കിട്ടില്ല, എല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് ചെയ്യുന്ന സ്വലാത്ത് റസൂലുള്ളാഹി പഠിപ്പിക്കണം, ചെയ്യുന്ന ദിക്റുകൾ റസൂലുള്ളാഹി പഠിപ്പിക്കണം. ഇതൊക്കെ കൃത്യമായി നമ്മൾ അറിയണം. പഠിപ്പിച്ച ദിക്ർ അത്ര കറക്റ്റ് ചില നമുക്ക് ആർക്കും ഇല്ല. പക്ഷേ ചില ആൾക്കാരൊക്കെ അല്ലേ, കൊര അസുഖം ബാധിച്ചിട്ട് ഒരാളോട് പോയി ചോദിക്കണം, എന്താ പരിഹാരം? 1,00,000 വട്ടം ലാ കൊര ഇല്ലല്ലാ എന്ന് പറയണം. അത് പറയാൻ ആൾക്കാരുണ്ട് പോലും നമ്മുടെ നാട്ടിൽ.
അത് ചികിത്സിക്കാൻ, ആ നിലക്ക് ചികിത്സിക്കാൻ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ച പോലെ ചെയ്യാത്ത ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. മൂന്നാമത്, വിശ്വാസം നന്നായാൽ പോരാ, റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ചെയ്താലും പോരാ. ചെയ്യുമ്പോൾ എന്ത് കൂലി ഉദ്ദേശിക്കണം? അള്ളാൻ്റെ കൂലി ഉദ്ദേശിക്കണം, നാട്ടുകാരെ കൂലിയല്ല ഉദ്ദേശിക്കേണ്ടത്. നമുക്കൊക്കെ ഉണ്ടാകുന്ന സ്വഭാവം എപ്പോഴും നമ്മൾ മനസ്സിൽ വരുന്ന ഉദാഹരണം ഇവിടുത്തെ നിസ്കാരം. നമ്മുടെ നാട്ടിലത്തെ ഈ ജമാഅത്ത് നിസ്കാരമുണ്ട്. നാട്ടിലത്തെ പള്ളിയിൽ ഒരു ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെ വേറൊരാൾ വന്നിട്ട് മുമ്പിലൊരു മറ വെച്ചിട്ട് ഒന്നിച്ച് നിസ്കരിക്കുകയല്ല ചെയ്യുക. നിസ്കാരം കഴിഞ്ഞവനെ ഒന്ന് തോണ്ടിയിട്ടാണ് നിസ്കരിക്കുക, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നാട്ടുകാർ കാണാനോ നമ്മളെ നിസ്കാരം അല്ല കാണാനോ ഏറ്റവും വലിയ തെളിവാണ്. വളരെ പെട്ടെന്ന് നിസ്കാരം സ്പീഡിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനെ ബേക്കിൽ മറ്റൊരാൾ പോയി തോണ്ടിയാലോ? പിന്നെ അവൻ്റെ നിസ്കാരം പണ്ടത്തെ സ്പീഡിലല്ല ഉണ്ടാകുക. റുക്കൂവിലൊക്കെ ഉണ്ട് താമസിക്കുകയാണ്, സുജൂദിൽ കുറേ സമയം നിൽക്കുകയാണ്. എന്താ, ഞാനിപ്പോൾ എഴുന്നേക്കാനായിട്ടുണ്ടോ? ഇപ്പോൾ എഴുന്നേറ്റാൽ ഓൻ്റെ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ രീതിയിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നിസ്കാരത്തിൻ്റെ ടൈം മാറുകയാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ അമ്പ് പോകുന്ന പോലെയാണ് പോവുക, അല്ലേ? നെറ്റിയൊക്കെ ചിലപ്പോൾ സുജൂദ് പോയിട്ട് ഡും എന്നുള്ള സൗണ്ട് ഇപ്പുറം കേൾക്കും. അത്ര സ്പീഡിൽ നിസ്കരിക്കും. അവിടെ ആ കർമ്മം അള്ളാൻ്റെ കൂലിയല്ല പലപ്പോഴും ഉദ്ദേശിക്കുന്നത്. ആളുകൾ വരുമ്പോൾ രാഷ്ട്രീയക്കാരും വലിയ വലിയ VIP ഇഷ്ടംപോലെ പൈസ കൊടുക്കും. കുടുംബത്തിൽപ്പെട്ട സ്വന്തം അമ്മായിയാണ്, ഓർക്കൊരു വീടില്ല, ആ വീടിൻ്റെ സഹായത്തിന് ചോദിച്ചാലോ? അമ്മായിയോട് ഇയാൾ പറയുന്ന ഞെരിക്കം കേട്ടായിരിക്കും അമ്മായി എവിടുന്നെങ്കിലും കൊടുത്ത പൈസ ഇയാൾക്ക് കുറച്ച് അങ്ങോട്ട് കൊടുക്കാം, അല്ലേ? എന്തുകൊണ്ടാണ്? അതാരും അറിയൂല. ഇവിടെ കൊടുത്താൽ മറ്റേതോ എല്ലാവരും അറിയും. ഈ നിലക്ക് അള്ളാൻ്റെ കൂലിയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 കാര്യം ശ്രദ്ധിക്കണം. പഠിച്ചവനൊരു അമൽ സ്വീകരിക്കണമെങ്കിൽ ഒന്ന്, നമ്മുടെ വിശ്വാസം പെർഫെക്റ്റ് ആയിരിക്കും, ഷിർക്ക് കലരാൻ പാടില്ല, കുഫർ കലരാൻ പാടില്ല. 2, ഹബീബായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ രീതിയായിരിക്കണം, ഒന്നും മാറരുത്. ഒരു റക്അത്തിൽ നമുക്ക് 2 റുക്കൂ പാടില്ല, ഒരു റുക്കുവേ പാടുള്ളൂ. എന്തുകൊണ്ട് ഒരു റുക്കൂ പാടുള്ളൂ? അള്ളാഹുവിൻ്റെ റസൂൽ ഒരു റുക്കുവേ ചെയ്തിട്ടുള്ളൂ. ഗ്രഹണ നമസ്കരിക്കുമ്പോൾ നമ്മൾ എത്ര റുക്കൂ ചെയ്യും? 2 റുക്കൂ ചെയ്യും. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നു. മയ്യിത്ത് നമസ്കാരത്തിൽ നമ്മൾ റുക്കൂ ഇല്ല, സുജൂദില്ല. എന്തുകൊണ്ടില്ല? അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അത് നമ്മൾ കർശനമായിട്ട് പാലിക്കുന്നത് പോലെ ഏത് ദിക്റുകളിലും ദുആകളിലും സ്വലാത്തുകളിലും ഈ നിലക്ക് നമ്മൾ ചെയ്യണം. എന്നാലേ അള്ളാഹ് സ്വീകരിക്കൂ. ഇല്ലെങ്കിൽ ആരെന്ത് ചെയ്താലും തണുത്ത കാറ്റ് ഇവിടുത്തെ കൃഷികളൊക്കെ നശിപ്പിക്കുന്നത് പോലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മൾ തന്നെ സ്വന്തമായിട്ട് നശിപ്പിച്ച് കളയാണ്. അതുകൊണ്ട് ആ നിലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നത്. ദുൽഖഅദ കഴിയാനായി, അല്ലേ? ഇത്തിരി എളുവാക്കി, ദുൽഹജ്ജിൻ്റെ ആദ്യ ഭാഗത്തെത്തി. ഇൻഷാ അല്ലാഹ് നാളെ പള്ളിയിൽ വെച്ചത് പറയുന്നത് ദുൽഹജ്ജിൻ്റെ പ്രത്യേകത, വരാൻ പ്രയാസം മറ്റൊക്കെയുള്ള ആളുകളുണ്ട്, അതുകൊണ്ടാണ് സൂചന നൽകുന്നത്. ഇനിയുള്ള നാളുകൾ, ദുൽഹജ്ജിൻ്റെ ഫസ്റ്റ് നാളുകൾ പിന്നെ ഏറ്റവും പവിത്രമായ ദിവസങ്ങളാണ്. വൽ ഫജ്ർ വലയാലിൻ അഷ്ർ എന്ന ഖുർആൻ്റെ ആയത്തില്ലേ, അല്ലേ? ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, 10 ദിനരാത്രങ്ങളാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിവസങ്ങളാണ് എന്നതാണ് മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഒക്കെ പറയുന്നത്. ഏത് കർമ്മത്തിനും അള്ളാഹിൻ്റെ അടുക്കൽ വമ്പിച്ച കൂലി കിട്ടുന്നത്. ഇസ്ലാമിലെ 5 കർമ്മങ്ങളും ഒന്നിച്ച് വരാൻ പറ്റുന്ന സമയമാണ് ഈ 10 ദിവസം, അല്ലേ? ഷഹാദത്ത് ഇതിൻ്റെ ഇടയ്ക്ക് വരാം, നമസ്കാരങ്ങളുണ്ട്, ഈ സമയത്ത് നമ്മൾക്ക് അറഫ നോമ്പുണ്ട്. അതുപോലെ നമുക്ക് ഏത് ഖൈർ, ഇനിയും അറഫ നോമ്പ് മാത്രമല്ല പിന്നെയും നോമ്പെടുക്കാം. അതുപോലെ ഇസ്ലാമിലെ സക്കാത്ത്, ഈ മാസം ഒരാൾക്ക് സക്കാത്ത് കൊടുക്കണമെങ്കിൽ ആ സക്കാത്തും ചെയ്യാം. അതുപോലെ മറ്റൊരു മാസത്തിലും കിട്ടാത്തൊരു കർമ്മം കൂടിയാണ് ഈ ദുൽഹജ്ജിൻ്റെ ആദ്യ നാളിൽ കിട്ടുന്നത്. ഏതാണ് കർമ്മം? ഹജ്ജ്. ഇസ്ലാമിലെ 5 കർമ്മങ്ങളും ഒന്നിച്ചു വരുന്ന ഈ ദിവസങ്ങൾ, പവിത്രമായ ദിവസങ്ങൾ. സഹാബത്തൊക്കെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുമായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. നമ്മളത് തീരുമാനിക്കുക. അത് മാത്രമല്ല, ഇപ്പോഴേ നിങ്ങൾ തീരുമാനിക്കേണ്ടത്, പിന്നെ നമ്മൾ കഴിഞ്ഞ പള്ളിയിലെ ക്ലാസ്സിലൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞതായിരുന്നു ഉളുഹിയ്യത്തിൻ്റെ പ്രാധാന്യം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹ് അദ്ദേഹത്തിന് കൊടുത്ത സന്താനത്തെ അറക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അറക്കാൻ തയ്യാറായി. മിനയുടെ മലയിലേക്ക് പോയി, അല്ലേ? പച്ചയായിട്ട് അറക്കാൻ തയ്യാറായി. അന്ന് ഇബ്രാഹിം നബി അർത്ഥ വകയിൽ ഇന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നു, ആ ചരിത്രം അയവർക്കുന്നൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇബ്രാഹിം നബി ഒരു ത്യാഗം ചെയ്തിട്ട് പിന്നെ ഒരു ത്യാഗം ചെയ്തത്. നമ്മളെ പേരും പറഞ്ഞിട്ട് ത്യാഗം ചെയ്യാൻ ആരുമില്ല, അല്ലേ?
നമ്മൾ ത്യാഗം ചെയ്യാൻ ഒരാളുമില്ല. മറിച്ച് പെരുന്നാൾ ആഘോഷിക്കാൻ ഓനക്കും ഓൻ്റെ കുടുംബത്തിനെടുക്കുന്ന ഡ്രസ്സിൻ്റെ പൈസ സ്വന്തം ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയേ. ഇതിനിഷ്ടം പോലെ മുടക്കാനും നമുക്കൊരു കുഴപ്പമില്ല. ഒരു ഉദ്ഹിയ്യത്തിൻ്റെ ഷെയർ കൂടാൻ നമ്മൾ ആരുടെ കയ്യിലും പൈസയില്ല. ഇവിടുത്തെ ചിലപ്പോൾ ഒരു 300 റിയാൽ, നാട്ടിലത്തെ കൂട്ടുമ്പോൾ നമുക്ക് കുറേ പൈസയൊക്കെ വരിക. ഇവിടുത്തെ 250 റിയാലോ 300 റിയാലോ 400 റിയാലോ മുടക്കിയൊരു ഷെയർ നമുക്ക് കൂടാം അല്ലേ? മൻ കാനലഹു സാ ഫലം യുളഹി, ആരെങ്കിലും കഴിവുണ്ട് അവൻ ഉദ്ഹിയ്യത്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ഫലം യഖുറുബന്ന മുസല്ലാന, നമ്മുടെ ഈദ്ഗാഹിൻ്റെ അടുത്ത് പോലും അവൻ അടുക്കരുതെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കഴിവുണ്ടായിട്ടും അറക്കാത്ത ഇവൻ ഇതൊക്കെ പറയുമ്പോൾ എല്ലാം ഞെരിക്കും പറയും, എന്നാലും അവൻ അപ്പുറത്തൊരു പീടിക തുടങ്ങാൻ നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടാവും. അതിനെല്ലാത്തിനും എൻ്റെ അടുത്ത് പൈസ, ഓൻ്റെ ദുനിയവിയായിട്ടുള്ള ഒരു കാര്യം മുടങ്ങുന്നില്ല. ഉദ്ഹിയ്യത്തിനും എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇത് അർത്ഥിരിക്കണം സാധനം. എപ്പോഴും നാട്ടുകാരടുത്ത് തിന്നാൽ മാത്രമല്ല നമ്മളെ കുടുംബം ഉണ്ടാണ്ട്, നമ്മളെ അടുത്ത് കുറച്ച് നാട്ടുകാർ തിന്നട്ടെ, ആ നിലക്ക് ഉണ്ടാകും. ചിന്തിക്കണം. ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പറയുന്നത് നമുക്കിവിടെ വെച്ചിട്ട് ഇത് കുറച്ച് പിന്നെ ഒരു കുറവായിട്ട് നമ്മളിവിടെ പറയില്ലേ സാധാരണ അല്ലേ? നാട്ടിലൊരു ഹോട്ടലൊക്കെ കയറി ഭക്ഷണം കഴിച്ചാൽ 1000 ആവും 2000 ഒക്കെ, ഇവിടെ എത്ര 10 റിയാലോ 20 റിയാലൊക്കെ ആകുമെന്ന് പറയും. ഇത് നമുക്കെന്താ ഉദ്ഹിയ്യത്ത് ചിന്തിച്ചാൽ നാട്ടിൽ കൊടുക്കുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിപ്പോവും, പക്ഷേ ഇവിടുന്ന് കൊടുക്കുമ്പോൾ കുറച്ചേ തോന്നുന്നുള്ളൂ, അതുകൊണ്ട് ഇവിടെ നിന്ന് കൊടുക്കുകയാണ്. അങ്ങനെയല്ല നമ്മൾ ആരും ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളങ്ങനെ ചിന്തിക്കണം. ഉദ്ഹിയ്യത്ത് അറുക്കണം. നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് അറിവുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളോട് പറയുക, നമ്മുടെ കേരളത്തിൽ തന്നെ പാവപ്പെട്ട എത്രയോ മഹല്ലുകളുണ്ട്, അവിടേക്ക് നമുക്ക് കൊടുക്കുക. അവിടേക്ക് നമുക്ക് അറക്കാനുള്ള പൈസ എത്തിച്ചു കൊടുക്കുക. നമുക്ക് സംവിധാനങ്ങളുണ്ട്. എവിടെ നിന്നും നമ്മൾ അത്രയൊന്നും കാട് കടന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ അറക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കുക. നമ്മളെ വകയിൽ സ്വന്തമായിട്ട് ഇറക്കാം, 2 കൂടി ഇറക്കാം, 3 കൂടി ഇറക്കാം, എത്ര വരെ ഇറക്കാം? 7 വരെ പോകാം അല്ലേ? ആ നിലക്ക് നമ്മൾക്ക് ചെയ്യാം. അങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും, ദുൽഹജ്ജ് 1 മുമ്പ് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദുൽഹജ്ജ് 1 മുതൽ അത് അറുക്കുന്നത് വരെ അവരെന്ത് ചെയ്യരുത്? അവർ മുടിയോ നഖങ്ങളൊന്നും മുറിക്കരുത്. അത് ഒരു ഹെറാമിലേക്ക് എത്തുന്നത് പോലൊരു പവിത്രത അവർക്ക് കൊടുക്കുകയാണ്. മുറിച്ചാൽ ഒരു ഹറാമ് ചെയ്തു എന്നല്ല, ഒരു സുന്നത്താണത്. ബലപ്പെട്ട അല്ലെങ്കിൽ ശക്തമായൊരു സുന്നത്താണത്. നമ്മൾക്ക് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുൽഹജ്ജിന് 1 മുമ്പേ അവരെന്ത് ചെയ്യുക? ഇഹ്റാം, അവർക്കൊരു പവിത്രത ഉണ്ട്. അള്ളാഹ് കൊടുക്കുന്നൊരു ഒരു പ്രത്യേക സ്ഥാനമാണത്. ഇനി ഒരുത്തൻ ദുൽഹജ്ജ് 1 നല്ല തീരുമാനം, പൈസ ഒന്നുമില്ല ഇപ്പോൾ, ദുൽഹജ്ജ് 2 3 4 ഒരുത്തൻ തീരുമാനിക്കുന്നത് കൂട്ടിക്കോ, അവനെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആ സമയം മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുക. അഥവാ നഖങ്ങൾ മുടിയൊന്നും മുറിക്കാതിരിക്കുക. എന്നിട്ട് അറക്കുന്നത് വരെ. അറക്കലോ നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് പെരുന്നാളിൻ്റെ അന്ന് അറക്കാം. അയ്യാമുത്ത ശരീക്കിന് അഥവാ ദുൽഹജ്ജ് 11 12 13 ആ വൈകുന്നേരത്തിനിടക്ക് ഏത് സമയത്തും എന്ത് ചെയ്യാം? അറക്കാം. ഇതതിൻ്റെ ചുരുങ്ങിയ രൂപമാണ്. ഇൻഷാ അല്ലാഹ് നാളെ പള്ളിയിൽ വെച്ച് അതിൻ്റെ വിശദമായ രൂപം വരും. നിങ്ങൾ നാളെ പള്ളിയിൽ ഇശാഇൻ്റെ സമയത്ത് ക്ലാസ്സിന് പങ്കെടുക്കുക, മറ്റുള്ള ആളുകളിലേക്കും എത്തിക്കുക. ഇവിടെ ഞാനിത് പറയാൻ കാരണം, ഇതിൽ വന്ന എല്ലാവർക്കും പല സുഹൃത്തുക്കളുണ്ടാകും, ഇഷ്ടം പോലെ കയ്യിൽ കാശൊക്കെയുള്ള ആൾക്കാരുണ്ടാകും. പക്ഷേ ഈ ബോധമില്ല. നമ്മളവരെ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. പക്ഷെ അവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഉണ്ടാകില്ല. നിങ്ങളത് പറഞ്ഞു കൊടുക്കുക. കഴിവുള്ളവർ അത് ചെയ്തിരിക്കണം. സ്വന്തം മഹല്ലിൽ ചെയ്യണം അല്ലേ? സ്വന്തം വീട്ടിൽ നിന്നോ മഹല്ലിലൊക്കെ എല്ലാ പള്ളികളിലും സംവിധാനങ്ങളുണ്ട്, ഒന്നിച്ചറക്കുന്ന സംവിധാനങ്ങളുണ്ട്. കേരളത്തിൽ ഇത് എത്താത്ത മഹല്ലുകളുണ്ട്, ഇത് കിട്ടാത്ത പാവപ്പെട്ട ദരിദ്രരായ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇന്ന് നമ്മൾ തിന്നവർ തന്നെ തിന്നുകൊണ്ടിരിക്കുക, തിന്നാത്തവരുണ്ട് കുറേ, ഇത് കിട്ടാത്തവരുണ്ട്, പാവപ്പെട്ട ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അത് ദുൽഹജ്ജ് 1 മുമ്പേ ഇത് സൂചിപ്പിച്ചത് നമ്മൾക്ക് നേരത്തെ തന്നെ തീരുമാനമെടുക്കാൻ സാധിക്കും. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഫിർദൗസ് ലഭിക്കുന്നത് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.